ശ്രീലങ്കൻ സ്വീറ്റായിട്ടുള്ള ലവാരിയ തയ്യാറാക്കാനായിട്ട് വളരെ സിമ്പിളാണ്. നമുക്ക് ആദ്യം ഒരു പാനിലേക്ക് 1/4 കപ്പ് അളവിൽ പൊടിച്ച ശർക്കരയൊന്ന് ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ അളവിൽ വെള്ളം കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ശർക്കര ഒന്ന് ഉരുകി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ കൂടി ഒന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 3 ഏലക്ക ചതച്ചതും കൂടി ഒന്ന് ചേർത്ത് ഈ ശർക്കരയുടെയും തേങ്ങയുടെയൊക്കെ വെള്ളം നന്നായിട്ട് വറ്റി വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് ഒരു നുള്ള് ഉപ്പും 2 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്ന അതേപോലെ തന്നെ ചൂടുവെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് നമുക്ക് ഒരു സേവനാഴിയിലേക്കൊന്ന് നിറച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മളൊരു വാഴയിലയിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റിലോ വേണം ഇതൊന്ന് കറക്കി ഒഴിക്കാനായിട്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് വാഴയിലയിൽ എണ്ണയൊന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം പരത്തി കുറച്ചൊന്ന് വലിയ സൈസിൽ നമുക്ക് സേവനാഴിയിൽ നിന്ന് മാവൊന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ നടുവിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് വെച്ചതിന് ശേഷം ഈ വാഴയില 2 സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് അടഞ്ഞു വരും. ഫില്ലിംഗ് ഒട്ടും തന്നെ പുറത്ത് പോകാത്ത രീതി ഇതുപോലെ നന്നായിട്ടൊന്ന് ചേർത്ത് അടച്ചതിന് ശേഷം നമുക്കൊരു ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ചിട്ട് 20 മിനിറ്റ് ആവി കയറ്റി എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ശ്രീലങ്കൻ ലവാരിയ റെഡിയായി കഴിയും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കണേ.